എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് അമ്മ ഉണ്ടാക്കി തരാറുള്ള ഒരു പലഹാരമാണിത്. ഇതിന് പഴം നുറുക്കിയതെന്നോ പഴം ബോണ്ടയെന്നോ എന്ത് പേരിട്ട് വേണമെങ്കിലും വിളിക്കാം. ഇതിന് വേണ്ടിയിട്ട് ചെറുപഴമാണ് ഉപയോഗിക്കാറുള്ളത്. ചെറുപഴമോ അല്ലെങ്കിൽ നമുക്ക് റോബസ്റ്റയോ ഉപയോഗിക്കാം. അതിന് പ്രത്യേകിച്ച് അളവുകളൊന്നുമില്ല. 3-4 പഴം ഉപയോഗിക്കാം. ചെറുപഴമാണെങ്കിൽ 3-4 എണ്ണ എടുക്കാം. റോബസ്റ്റ ആണെങ്കിൽ ഒരു പഴം എടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടിയും ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. പഴം നല്ല ഫോർക്ക് ഉപയോഗിച്ചോ അല്ലെങ്കിൽ കൈ ഉപയോഗിച്ചോ നന്നായി ഉടച്ചെടുക്കണം. മിക്സിയിൽ അടിച്ചെടുത്താൽ അത്ര ടേസ്റ്റ് തോന്നിയിട്ടില്ല. ശേഷം നന്നായി അരിപ്പൊടിയിൽ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ്, അതുപോലെ തന്നെ 3-4 ഏലക്കായ പൊടിച്ചതും കൂടി ചേർത്ത് നന്നായി ഇളക്കിയെടുക്കാം. മധുരത്തിനായി ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. ശർക്കര ചെറു ചൂടോടെ തന്നെയാണ് ശർക്കരപ്പാനി ഒഴിക്കേണ്ടത്. ഞാൻ 2 അച്ച് ശർക്കര ഉരുക്കിയതാണ് എടുത്തിട്ടുള്ളത്. ഇത് മിക്സാക്കി വെച്ച് ഒരു 5-6 മിനിറ്റ് കഴിയുമ്പോൾ കുറച്ചും കൂടി ഹാർഡായിട്ടുണ്ടാവും, വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമുക്ക് അതിലേക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനി അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിച്ച് നമുക്ക് പാകത്തിന് തിക്കാക്കി എടുക്കാം. നമുക്ക് പിച്ചിയിട്ടാൽ നുള്ളി വീഴുന്ന ഒരു പരുവം, അതാണ് ഇതിൻ്റെ പരുവമായിട്ട് എടുക്കുന്നത്. ശേഷം തിളച്ച എണ്ണയിലേക്കിട്ട് തിരിച്ചും മറിച്ചുമിട്ട് നമുക്ക് വറുത്ത് കോരിയെടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലാണ് വറുത്ത് കോരേണ്ടത്, അല്ലെങ്കിൽ അത് പുറം ഭാഗം വെന്തിട്ടുണ്ടാവും, ഉൾഭാഗം ആയിട്ടുണ്ടാവില്ല. അങ്ങനെ മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുത്ത പഴം നുറുക്കിനെ നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. രുചികരമായ ഒരു ചായക്കടി റെഡിയായിട്ടുണ്ട്. ഉണ്ടാക്കി നോക്കി ഇഷ്ടമായാൽ അഭിപ്രായം അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ തന്നെ കൂട്ടുകാരിലേക്കും ഫ്രണ്ട്സിലേക്കും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ.